ഇടവേണ്ട ചാട കൂടെയുള്ളത് അതിലെയാണടാ. ലാലേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് ശീലമായിട്ടുള്ള ഒരു സെന്റൻസ്, വൈകിട്ട് എന്താ പരിപാടി, വൈകിട്ടൊരു ചായ ആയാലോ എന്നുള്ളത് അല്ലേ. ഒരു ചായ കുടിച്ചാൽ മൂഡ് മാറുന്ന, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാൽ എല്ലാം സെറ്റ് ആവുന്ന, സ്ട്രെസ് കുറയണ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. ചായ കൃത്യസമയത്തിന് കുടിക്കണ ആൾക്കാരും ഉണ്ട്, റൈറ്റ്. ഇന്ന് ചായ ദിനമാണ്. ക്ലബ് ഓഫ് 104.8 RJ അതുലയാണ്. ആൻഡ് എന്റെ കൂടെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ബോബി ചെമ്മണൂരാണ് നമ്മുടെ കൂടെ ഇപ്പോൾ. ഈ ചായ ദിനത്തിൽ ഗസ്റ്റ് ആയിട്ട് ഓണയറിൽ ജോയിൻ ചെയ്യണത്. ആൻഡ് സിതാര കൃഷ്ണകുമാറിന്റെ പാട്ട് പാടിക്കൊണ്ട് തന്നെ തുടങ്ങാം ഞാൻ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ. ഇത് സിത്താരയാണോ അതോ? അല്ല, ഇത് അതുലയാണ്. അതേ വോയിസ് അതേപോലെ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ചായ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ നമുക്ക് ബോച്ചെ ടീ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മെയിൻ എനിക്കിന്ന്. അതുകൊണ്ടാണ് ഞാൻ ബോച്ചനെ ഓണയറിലേക്ക് കൊണ്ടുവരണത്. അപ്പം വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ഡിയർ. നിങ്ങൾ എത്ര പ്രാവശ്യം ചായ കുടിക്കും ഒരു ദിവസം? ഞാൻ ആക്ച്വലി ഒരു 3-4 ചായ കുടിക്കൂല? ചായ നിർബന്ധമാണ്? നിർബന്ധം എന്ന് വെച്ചാൽ ഹാബിറ്റ് ആണ് അത്. ഒരു മെന്റൽ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ ഫിസിക്കൽ ഓൾസോ അതിന്റെ ഗുണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ല, എനിക്കിത് നിർബന്ധം ചോദിക്കണത്, കാരണം ഹൗ ഓഫൺ യു ഡ്രിങ്ക് ടീ എന്നുള്ള കാര്യം. കാരണം 11 മണിന്റെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ഒരു വെല്ലുപ്പാന്റെ പേരക്കുട്ടിയാണ് ഞാൻ. ഇപ്പൊ ഇല്ല, 30 വർഷമായി. പിന്നെ അതേപോലെ 4 മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തല പെരുത്തു പോകുന്നു പറയുന്ന ഒരു ഉമ്മന്റെ മോളും കൂടിയാണ്. അങ്ങനെ എന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് ചായ കുടിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ് ഞാൻ. ബോച്ചട്ടി വിറ്റ് പോട്ടേതല്ലേ. മിഴികൾക്ക് തെളിച്ചവും മൊഴികൾക്ക് വെളിച്ചവുമായിട്ട് കൂടെ ബോബി ചെമ്മണൂർ. വിസ്മയ തുമ്പത്തിരിക്കണത് RJ അതുലയാണ്. ക്ലബ് FM 104.8 ഓണയറിൽ. ക്ലബ് എഫ്എമ്മിലെത്തിപ്പെട്ട മുത്താണ് കൂടെ RJ അതുലയാണൊപ്പം കൂടെ. കണക്കിന് ഫണ്ണാണ് ഇവിടെ ആരാകെ മാറുന്നേ. RJ അതുലയാണൊപ്പം കൂടെ. കണക്കിന് ഫണ്ണാണ് ഇവിടെ ആരാകെ മാറുന്നേ. മെയ് 21 ഈ ചായ ദിനത്തിൽ നമ്മുടെ കൂടെ ചായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത് ബോബി ചെമ്മണൂരാണ്. ഒരുപാട് പേരുടെ ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ബോച്ചെ ടീന്റെ കാര്യം പറയുന്നതിനിടയിൽ കൂടെ ഞാനൊരു എന്റേതായ സംശയം ചോദിക്കുകയാണേ. അതായത് ബോച്ചെ ടീ ആയിരിക്കുമല്ലോ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ, പക്ഷെ അതിന് മുന്നേ ബോബി ചെമ്മണൂരിന് ഏറ്റവും പ്രിയപ്പെട്ട ചായ ഏതായിരുന്നു? AVT ആയിരുന്നു എനിക്ക്. കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്നത് AVT ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചായയുടെ ഒരു ബേസ് തന്നെയാണ്. അതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി, കുറച്ചും കൂടെ ഒരു ഇന്റർനാഷണൽ ടേസ്റ്റ് ആക്കിയിട്ട് ഓഫ് കോഴ്സ് നമ്പർ 1 ആൾക്കാരൊപ്പല്ലേ പിടിച്ചു നിൽക്കണ്ട. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് അടിച്ചു കയറി വിതിൻ എ മന്ത് നല്ലൊരു റെക്കോർഡ് ഇട്ടു ആൾക്കാർ സ്വീകരിച്ചത്. കാരണം ഞാൻ AVTയുടെ നിന്നാണ് 1000 ഏക്കർ ഫാക്ടറിയും ആൻഡ് എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ബോച്ചെ നിങ്ങൾ എന്തിട്ടാലും വിജയിക്കും, നിങ്ങളെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അല്ല, ജനങ്ങളിൽ ഞാനുണ്ടല്ലോ. ഞാൻ പിന്നെ ഏലിയനാ. അല്ലേ? കാണാൻ പറ്റൂലെങ്കിലും കേൾക്കാൻ പറ്റും. ചായ വിസ്മയമാണ് ഇവിടെ ഓണയറിൽ കേൾക്കണേ. ക്ലബ് FM 104.8 പറയണത് മറ്റാരല്ല, നമ്മുടെ ബോബി ചെമ്മണൂരാണ്. ബോച്ചെ ചായയെ കുറിച്ച് പറയുമ്പോ ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ആണ്. അതെ. ചായയെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ മുമ്പ് ഇങ്ങനെ റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ള അതിലൊരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. ഹെൽത്ത് വേസ് ആൻഡ് മെന്റലി ഒക്കെ. BC 2737 ആ സമയത്താണ് ചൈനയില് ആക്സിഡന്റലി ഇറ്റ്സ് ഇൻവെന്റഡ് ബൈ ഷെന്നഗ്, ഹെർബലിസ്റ്റ്. പുള്ളിയാണ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ചായല അറിയാണ്ട് അതിൽ വീണിട്ട് തിളച്ച് അതിനൊരു അരോമയും ഒരു ഫീലൊക്കെ വന്നിട്ട് പുള്ളി കുടിച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് പീപ്പിൾ അത് ഡാർജിലിംഗിലൊക്കെ കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളെ ബോച്ചെ ടീ അതിന്റെ പ്രത്യേകത എന്താ? ഒരു സൂപ്പർ സ്ട്രോങ് ടീ ആണ് എന്നെ പോലെ. ഞാൻ ഐ ബിലീവ് ഐ ആം വെരി സ്ട്രോങ് മെന്റലി. ടീയും എന്നോട് ബന്ധപ്പെട്ട എല്ലാതും സ്ട്രോങ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സ്പെഷ്യലി ബ്ലെൻഡഡ്. അത് ഇവിടുത്തെ നമ്മുടെ ബോച്ചെ 1000 ഏക്കറിലെ ചായപ്പൊടിയും പിന്നെ വിയറ്റ്നാം, ഡാർജിലിംഗ്, ഇങ്ങനെ 3-4 ഇത് ചായപ്പൊടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ടേസ്റ്റും സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രത്യേകത, അതിനൊപ്പം ഇന്ന് വരെ ഇല്ലാത്ത ലോകത്തെ അതിലും സൂപ്പർ സ്ട്രോങ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഒരു പ്രത്യേകതയാണ് 25 കോടി ബമ്പർ പ്രൈസ്, ദിവസേന 10 ലക്ഷം രൂപ, 13,704 പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ്. അത് ഒരു 100 ഗ്രാം ബോച്ചെ ടീ 40 രൂപയ്ക്ക് വാങ്ങുമ്പോൾ
നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. അത് ഡെയിലി രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ. ഓക്കെ. ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, എങ്ങനെ നമ്മുടെ റഹീമിന്റെ കേസില്. അതെ അതെ കേട്ടിട്ടുണ്ട് അല്ലേ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ആണല്ലോ അത് നടത്തുന്നതെന്ന്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ സെയിൽസ് ആംഗിളില് ഫ്രാഞ്ചൈസികൾ ഒരുപാട് കൊടുത്തിട്ട് ഒരുപാട് പേര് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ ആയിട്ട്. ഈ ചായ ദിനത്തില് ബോച്ചെ ടീയാണ് നമ്മുടെ സംസാര വിഷയം. നമ്മുടെ കൂടെ ഉള്ളത് ബോബി ചെമ്മണ്ണൂരാണ്. ഈ ചായയും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള വേർപിരിയാത്ത വൈകാരിക ബന്ധം എന്താണ്? എനിക്ക് ഭക്ഷണത്തിനേലധികം പാനീയങ്ങളാണ് ഇഷ്ടം. പിന്നെ വേൾഡ്സ് മോസ്റ്റ് കൺസ്യൂംഡ് ബിവറേജ് ആഫ്റ്റർ വാട്ടർ എന്ന് തന്നെ പറയാം. ആന്റി ഓക്സിഡന്റ് ആണ്, ഹെൽത്തിന് നല്ലതാണ്, റെഡ്യൂസ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്, ആമിനോ ആസിഡ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഗുണവശങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ രാവിലെ ഒരു കുപ്പി വെള്ളം കുടിക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് വെള്ളമാണ് കൺസ്യൂം ചെയ്യുന്നത്. വെള്ളം കഴിഞ്ഞാൽ ചായയാണ് ഏറ്റവും അധികം കഴിക്കുന്നത്. പിന്നെ രാത്രി ആയ അല്പം വൈനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഈ പാനീയത്തിന്. പക്ഷേ കോഫി കുടിക്കുന്ന ആൾക്കാരും ഒരുപാട് ഉണ്ട് കേട്ടോ. ബോച്ചെ കോഫി പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. ഇപ്പൊ ചായയുടെ തന്നെ കുറെ എത്താനുണ്ട് നമുക്ക്. ചായക്ക് മാത്രം നിങ്ങൾ കണ്ട പ്രത്യേകത ടീ ടോക്ക് മേക്സ് മെനി തിങ്സ്. കാരണം എന്റെ തന്നെ അനുഭവത്തിൽ ഞാൻ പറയാം, ചിലപ്പോ പലരും ബിസിനസ് ടോക്ക്, വെദർ ഇസ് റൊമാൻറ്റിക് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ടോക്കുകള്, ഗാദറിങ്സ് ആൻഡ് ഓൾ സെലിബ്രേഷൻസ്. അപ്പൊ ചില സമയത്ത് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിന് കള്ളൊക്കെ കുടിച്ചിരുന്നിട്ട് നമ്മൾ ഡീൽ ഉറപ്പിക്കും. കള്ളു കുടിക്കാത്ത ആൾക്കാരായിട്ട് വരുമ്പോ എന്താന്ന് വെച്ചാല് അവർക്ക് ചായ കുടിച്ചിട്ടാണ്. അപ്പൊ ചായ കുടിച്ചിട്ട് അവര് ഫിറ്റ് ആവാന്നല്ല, ഒരു മൂഡിലേക്ക് വരണ കാണാം. ചായ കുടിക്കുക, 1-2 ചായ കുടിക്കുക, അപ്പൊ ഒരു മൂഡിലേക്ക് വരിക, ബിസിനസ് ടോക്കിലേക്ക് വരിക. ചില ഡീലൊക്കെ ഈ ടീ ടോക്കിലൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അത് മാത്രല്ല കേട്ടാ, ചങ്ങായിമാര് തമ്മിൽ ഒന്ന് വൈകുന്നേരം ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അല്ലടാ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നാ ചോദിക്കുക. ചിലപ്പോ കോഫി കുടിക്കാനായിരിക്കും പോയിട്ട് കുടിച്ചിട്ടുണ്ടാവുമെങ്കിൽ പോലും ചോദിക്കുമ്പോ എടാ ചായ കുടിക്കാൻ പോയല്ലോ. അതെ, നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ എനിക്ക് വരുന്നില്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലി ബോച്ചേറ്റി. ഓക്കെ, ശരിയായ വിഷയങ്ങള്. അപ്പൊ ഈ ചായ ദിനത്തില് കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം ബോച്ചെ. കണ്ടിന്യൂ കോൺകറിംഗ് ദ വേൾഡ് വിത്ത് ലവ്. താങ്ക് യു സോ മച്ച്.